കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ജോസ് കെ മാണി UDF-ലേക്ക് തിരികെ വരുന്നു എന്ന തരത്തിൽ വാർത്തകൾ പ്രചരിച്ചിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ LDF-ന്റെ പരാജയത്തിന് ശേഷം അത് കൂടുതൽ ശക്തമാവുകയും ചെയ്തു. എന്നാൽ UDF പ്രവേശന വാർത്തകൾ അപ്പാടെ തള്ളിക്കളയുകയാണ് കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി. കേരള കോൺഗ്രസ് എമ്മിന് ഒരു നിലപാടാണ് ഉള്ളത്. അത് ഇടതുപക്ഷത്തോടൊപ്പമാണെന്നും അതിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും ജോസ് കെ മാണി പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിൽ കൂടുതലും ചർച്ചയാകുന്നത് പാലായും തൊടുപുഴയുമാണ്. പാലാ മുനിസിപ്പാലിറ്റിയിൽ കഴിഞ്ഞ തവണ പാർട്ടി ചിഹ്നത്തിൽ 10 സീറ്റുകളിലാണ് ജയിച്ചത്. ഇപ്രാവശ്യവും അങ്ങനെയാണ്. പാലാ നിയോജക മണ്ഡലത്തിൽ 2198 വോട്ടിന്റെ ലീഡ് LDF-നാണ്. തൊടുപുഴ മുനിസിപ്പാലിറ്റിയിൽ 38 വാർഡുകളിൽ ജോസഫ് ഗ്രൂപ്പ് മത്സരിച്ചു. എന്നാൽ 2 മാത്രമാണ് വിജയിച്ചത്. ആരെയും ഇകഴ്ത്തി കാണിക്കാനല്ല ഇത് പറയുന്നത്. ഒരു കാര്യം പറഞ്ഞതുകൊണ്ട് അതിന് മറുപടി പറയണം എന്നതുകൊണ്ടാണ് ഇക്കാര്യം പറയുന്നതെന്നും ജോസ് കെ മാണി വ്യക്തമാക്കി. പാലാ മുനിസിപ്പാലിറ്റി രൂപീകരിച്ചതിനു ശേഷം കഴിഞ്ഞ 30 വർഷമായി ജോസഫ് ഭാഗം ഒരു തവണ പോലും തൊടുപുഴയിൽ ചെയർമാൻ സ്ഥാനത്തേക്ക് വന്നിട്ടില്ല. എന്നാൽ 3 തവണ കേരള കോൺഗ്രസിന്റെ ചെയർമാൻ വന്നു. പരുന്തിന്റെ പുറത്തിരിക്കുന്ന കുരുവിക്കുഞ്ഞിന്റെ അവസ്ഥയാണ് ജോസഫ് വിഭാഗത്തിനെന്നും കോൺഗ്രസ് എന്തെങ്കിലും കൊടുക്കുന്നത് ഏറ്റുവാങ്ങുകയേ ഉള്ളൂവെന്നും ജോസ് കെ മാണി പറഞ്ഞു. സംഘടനാപരമായി കേരള കോൺഗ്രസ് എമ്മിന് ലഭിക്കേണ്ട വോട്ടുകൾ ലഭിച്ചിട്ടുണ്ടെന്നും എന്നാൽ സംസ്ഥാനത്ത് LDF-ലെ ചില വോട്ടുകൾ UDF-ലേക്ക് പോയിട്ടുണ്ടെന്നും പോരായ്മകളും വീഴ്ചകളും ഉണ്ടെങ്കിൽ അതെല്ലാം പരിശോധിക്കുമെന്നും ജനവിധി സ്വീകരിക്കുന്നുവെന്നും ശബരിമല വിഷയം തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചുവോ എന്നത് പരിശോധിക്കുമെന്നും ജോസ് കെ മാണി പറയുന്നു. കേരള കോൺഗ്രസ് എമ്മിനെ UDF-ലേക്ക് എത്തിക്കാനുള്ള നീക്കം നടക്കുന്നുവെന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെയാണ് ജോസ് കെ മാണിയുടെ പ്രതികരണം. LDF-ന്റെ ഭാഗമായ കേരള കോൺഗ്രസ് എമ്മിനെ UDF മുന്നണിയിലേക്ക് എത്തിക്കാൻ ശ്രമം നടക്കുന്നുവെന്നായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവന്ന വാർത്തകൾ. നിയമസഭാ മണ്ഡലം തിരിച്ച് ഫലം വിലയിരുത്തുമ്പോൾ ജില്ലകളിലെ 9 മണ്ഡലങ്ങളിൽ വൈക്കമൊഴികെ 8-ലും UDF-നാണ് മേൽക്കൈ. 71 പഞ്ചായത്തുകളിൽ 3-ൽ 2-ഉം 11 ബ്ലോക്കുകളിൽ 9-ഉം UDF നേടി. മുനിസിപ്പാലിറ്റികളിൽ 5-ലും ഭൂരിപക്ഷം ഉറപ്പിച്ചു. പുതുപ്പള്ളി മണ്ഡലത്തിലെ 8 പഞ്ചായത്തുകളിൽ 7-ഉം UDF വിജയിച്ചു. കഴിഞ്ഞ തവണ നഷ്ടമായ മീനച്ചിൽ, കാഞ്ഞിരപ്പള്ളി മണ്ഡലങ്ങളിലെ മിക്ക പഞ്ചായത്തുകളും UDF തിരിച്ചുപിടിച്ചു. കോട്ടയം മണ്ഡലത്തിലെ കോട്ടയം നഗരസഭയും വിജയപുരം പഞ്ചായത്തും UDF നേടി. ഏറ്റുമാനൂരിൽ LDF-ന്റെ ആധിപത്യത്തിന് ഇളക്കം തട്ടി. ഏറ്റുമാനൂർ നഗരസഭയും നീണ്ടൂർ, ആർപ്പൂക്കര, അതിരമ്പുഴ പഞ്ചായത്തുകളും UDF-നൊപ്പം നിന്നപ്പോൾ കുമരകം, തിരുവാർപ്പ് പഞ്ചായത്തുകളാണ് ഇടതിനാശ്വാസമായത്. CPM-നെ ഞെട്ടിച്ച് ഐമനത്ത് BJP ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി. പാലാ നിയമസഭാ മണ്ഡലത്തിൽ പാലാ നഗരസഭയിൽ UDF-നാണ് മേൽക്കൈ. മണ്ഡലത്തിൽ കേരള കോൺഗ്രസ് എമ്മിന് പരമ്പരാഗതമായി അടിത്തറയുള്ള കടനാട്, കരൂർ, എലിക്കുളം, ഭരണങ്ങാനം, തലപ്പലം, രാമപുരം എന്നീ 6 പഞ്ചായത്തുകളിൽ UDF മേൽക്കൈ നേടിയതും എടുത്തു പറയണം. വീണ്ടും ഒരിക്കൽ കൂടി പാലാ മണ്ഡലത്തിൽ നിന്ന് നിയമസഭയിലേക്ക് മത്സരിക്കണമെങ്കിൽ ഇടതു സ്ഥാനാർത്ഥിയായി തന്നെ നിൽക്കണമോ എന്ന് ജോസ് കെ മാണി ചിന്തിക്കത്തക്ക വിധമാണ് ഫലങ്ങൾ. കാഞ്ഞിരപ്പള്ളി മണ്ഡലത്തിൽ 5 പഞ്ചായത്തിൽ UDF-നാണ് മുൻതൂക്കം. ഒരു പഞ്ചായത്തിൽ ഇരു മുന്നണികളും തുല്യനിലയിലുമാണ്. പൂഞ്ഞാർ മണ്ഡലത്തിൽ ഈരാറ്റുപേട്ട നഗരസഭ UDF-നൊപ്പമാണ്. 5 പഞ്ചായത്തുകളിലും UDF-നാണ് മേൽക്കൈ. ഒരു പഞ്ചായത്തിൽ ഇരുപക്ഷവും ഒപ്പത്തിനൊപ്പം. കടുത്തുരുത്തിയിൽ 7 പഞ്ചായത്തുകളിൽ UDF ഭരണം ഉറപ്പിച്ചു. ചങ്ങനാശ്ശേരി നിയോജക മണ്ഡലത്തിൽ 5-ൽ 3 പഞ്ചായത്തുകൾ UDF നേടി. ഭൂരിപക്ഷം നേടിയില്ലെങ്കിലും ചങ്ങനാശ്ശേരി നഗരസഭയിൽ കൂടുതൽ സീറ്റുകൾ UDF-നാണ്. എന്നും ഇടതിനൊപ്പം നിന്ന വൈക്കം നിയോജക മണ്ഡലത്തിന്റെ പരിധിയിലെ പഞ്ചായത്തുകളിൽ LDF-ന് തന്നെയാണ് മേൽക്കൈ. ഇവിടെ 6 പഞ്ചായത്തുകളിൽ LDF-ന് തന്നെയാണ് ഭരണം. ചുരുക്കത്തിൽ UDF പ്രവേശന വാർത്തകൾ തള്ളിക്കളയുന്നുണ്ടെങ്കിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ ഇടതുപക്ഷത്തിന്റെ പരാജയം കേരള കോൺഗ്രസ് എമ്മിനടക്കം ക്ഷീണമുണ്ടാക്കി എന്ന വസ്തുത നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ ജോസ് കെ മാണി പൂർണ്ണമായും UDF-നെ ഒഴിവാക്കി മുന്നോട്ടു പോകുമോ എന്നത് ചോദ്യമായി തന്നെ അവശേഷിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.